ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വാഗമണിലെ ഓഫ് റോഡ് ജീപ്പ് യാത്രയ്ക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ വാഗമണിലൊരു ജീപ്പ് റൈഡിന് പോകുന്നത് കേട്ടോ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ല രീതിയിലുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വാഗമണിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5 കിലോമീറ്റർ മെയിൻ റോഡിൽ കൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഓഫ് റോഡിന്റെ ആ റോഡിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ഓഫ് റോഡിന്റെ എൻട്രി ആയിട്ടുള്ള റോഡിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. പ്രകൃതി രമണീയമായ ഒരുപാട് കാലാവസ്ഥകളാൽ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്നത്. വാഗമണിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഓഫ് റോഡ് ജീപ്പൊക്കെ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അന്നേരം നമ്മളിപ്പോ ഈ ഗസ്റ്റിനെ കൊണ്ട് പോകുമ്പം അത്രയും കാഠിന്യമായിട്ടുള്ള സ്ഥലത്തോട്ട് പോകത്തില്ല, ഒരു ഇച്ചിരി നോർമലായിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ വാഗമണിലെ ഫസ്റ്റ് പോയിന്റ് പേര് കോട്ടമല എന്നാണ്. കോട്ടമല അവിടെ ഒരുപാട്, അന്ന് നമ്മൾ ചെന്ന ദിവസം ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര റഷ് ആയിരുന്നു അന്നത്തെ ദിവസം. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് പോകുന്ന സമയങ്ങളിൽ ഇത്ര ആൾക്കാർ കാണില്ല. അന്നേരം ആ കോട്ടമല എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കൂട്ടല്ല അതിന്റെ ഒരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നേരിട്ട് തന്നെ അനുഭവിക്കണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഓഫ് റോഡിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. ആ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരമൊക്കെ കിടന്ന് ഇളകി മറിഞ്ഞ് ഒരു പരുവാകും കേട്ടോ. അതിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ഇതുവരെ ഇത് എൻജോയ് ചെയ്യാത്തവര് ഉറപ്പായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വാഗമണിലെ ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ജീപ്പിൽ കൂടി ഇങ്ങനെ തലങ്ങും വിലങ്ങും പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ തമ്പിണ്ണൻ പുലിയാട്ടോ. പുള്ളി ഒരു രക്ഷയില്ലാത്ത ഡ്രൈവറാണ് ജീപ്പിനകത്ത്. ഇങ്ങനെ പുള്ളി ഓടിച്ചോടിച്ച് കയറ്റി നമ്മൾ ഒരു അടുത്ത പോയിന്റിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മൂന്നാറും തേക്കടിയും ഒക്കെ ഈ ഓഫ് റോഡ് ജീപ്പ് യാത്ര കുറെ വട്ടം പോയിട്ടുണ്ട്. പക്ഷെ വാഗമണിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. മൂന്ന് ഡിഫറെന്റ് ഒരു ഒരു അനുഭവമാണ്. എല്ലാം ഒരുപോലല്ല. ഇതിന്റെ ഒരു പ്രത്യേക കുറച്ചുകൂടെ റോഡൊക്കെ ഭയങ്കര കാഠിന്യമുള്ള റോഡുകളാണ്. നമ്മളിപ്പോ ഈ കാണുന്ന കൂട്ടല്ല, ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ലെങ്കിൽ ഭയങ്കര ഒരു റഷ് ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് എത്താൻ പോവാണ്. നമുക്ക് ഇനി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ പിറകുവശമാണ് നമ്മളിപ്പോ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വാഗമണിലെ ഈ ഓഫ് റോഡിലെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലമാണ് കേട്ടോ. മഴക്കാലത്താണ് ഇതേ കണക്ക് വണ്ടിക്കകത്തൊന്നും ബ്രേക്ക് ചവിട്ടിയാലൊന്നും കിട്ടത്തൊന്നുമില്ല, തെന്നി പോവും. അത്രയ്ക്ക് റിസ്ക് പിടിച്ച ഒരു ടൈമാണ് മഴക്കാലത്ത് വരുന്നത്. നല്ല രീതിയിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവര് ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ വാഗമൺ ജീപ്പ് റൈഡ് എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ 2500 രൂപയാണ് 3 മണിക്കൂറത്തേക്ക് ഇവർ ചാർജ് ഈടാക്കുന്നത്. 3 മണിക്കൂറത്തേക്ക് അത് നഷ്ടക്കച്ചവടമൊന്നും അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇതാണ് നമ്മുടെ ഡ്രൈവർ തമ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു കൂടുതലും വന്നിട്ടുണ്ട്. ഒരുപാട് ജീപ്പ് റൈഡർമാർക്ക് അന്നത്തെ ദിവസം ശരിക്കും ഓട്ടം കിട്ടിയ ദിവസമായിരുന്നു ക്രിസ്മസിന്റെ അന്ന്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇടുക്കി ഡാമിന്റെ ബാക്ക് വശമാണ്. ഇത് ഇടുക്കി ഡാം ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. ഇടുക്കി ഡാമിന്റെ ബാക്ക് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എത്ര നേരം വേണം അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഒരു വട്ടമെങ്കിലും നമ്മളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങൾ കിടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻജോയ് ചെയ്യാത്ത കുറെ ആൾക്കാർ ഇനിയും ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് കണ്ടിട്ടുള്ളവര് വിട്ടേരെ, കാണാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഈ വാഗമണി വന്നിട്ടും ജീപ്പ് റൈഡ് പോകാത്ത കുറെ ആൾക്കാർ കാണും. അവർക്ക് വേണ്ടി കൂടെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഈ സൺസെറ്റ് ഒക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഗുണ കേവ് പോലുള്ളൊരു കേവ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു വാട്ടർഫാൾസും ഉണ്ട്. അന്നേരം നമുക്ക് അവിടെ ഒന്ന് കണ്ടു പോകാം.
അപ്പൊ ഈ പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, അറമാദിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടത്തെ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ ഓർമ്മ വരുവാണ്. അവരൊക്കെ ഇപ്പൊ എന്തോരം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ടൈമിൽ. ഒരു ക്രിസ്മസ് വെക്കേഷൻ വന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും മുഖത്ത് ആ ഒരു കാണാൻ പറ്റും. അപ്പൊ ഒരുപാട് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു അടുത്തൊരു ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇതൊരു അത്യാവശ്യം നല്ലൊരു കാട് പോലൊരു സ്ഥലമാണ്. പക്ഷെ നമ്മളവിടെ വന്നപ്പോഴത്തേക്ക് ശരി ഇരുട്ടിപ്പോയി. അപ്പൊ നമുക്ക് കേവ് കണ്ട് ഈ ഒരു ഇടത് ഭാഗത്താണ് കേവ്, അകത്തോട്ട് കയറാനൊക്കെ പറ്റും. പോലുള്ള ഒരു പക്ഷെ കേവാണ് നമുക്ക് സംഭവം. ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അവിടുത്തെ ഗൈഡ് എന്ന് പറഞ്ഞു ഇരുട്ടത്ത് ഇറങ്ങുന്നത് ഡേഞ്ചർ ആണ്, അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഇറക്കിയിട്ടില്ല. അപ്പം Bye. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വാട്ടർഫാൾസ് വരുന്നത്. അത് അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. എന്തുവായാലും പക്ഷെ ഞങ്ങൾ വന്ന ടൈം ഇച്ചിരി കൂടെ ലേറ്റ് ആയി പോയി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 6:30 ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു വാഗമൺ ജീപ്പ് റൈഡ്. അപ്പം അടുത്ത വീഡിയോ